Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇടാം. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് അരിപ്പൊടി. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് ഒരുപാട് അങ്ങ് ലൂസ് ആക്കേണ്ട ആവശ്യമില്ല. ബേക്കിംഗ് സോഡ ഞാൻ ഇട്ടത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചത്. ഈ ഒരു രീതി വേണം കലക്കിയെടുക്കാൻ, ഒരുപാട് ലൂസായി പോവരുത്, ചെറിയ തിക്കോടെ തന്നെ ഇരിക്കണം. ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അത് പുഴുങ്ങി 2ആയിട്ട് മുറിച്ച് വെച്ചതാണ്. മാവിലേക്ക് ഇതുപോലെ ഒരു മുട്ട ഇട്ടിട്ട് അത് കവർ ചെയ്തെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു ഭാഗം ആയിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്, നമുക്കിന്ന് കോരി മാറ്റാം. അതുപോലെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് കുറച്ച് മാവ് അധികം വന്നിട്ടുണ്ടായിരുന്നു, ഒരു മുട്ടയ്ക്കൂടെ ഉണ്ടാക്കാനുള്ളതുണ്ടായിരുന്നു കേട്ടോ. മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്